ഇപ്പം അമേരിക്കയിൽ ഇപ്പോൾ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് വെച്ചാൽ ഹൗ ടു മേക്ക് എ മാൻ നോട്ടീസ് മീ. എങ്ങനെയാണ് ഫ്ലേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നെ ശ്രദ്ധിപ്പിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് അവരുടെ. ഇപ്പം ഈ കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സ്ത്രീകളത് അനുഭവിച്ചിട്ടേ ഇല്ല. ചുമ്മാ നിന്നാലും വെറുതെ നിന്നാലും ആരെങ്കിലും ഒരാൾ നോട്ടീസ് ചെയ്യുന്ന അവസ്ഥയാണ് എല്ലാ സ്ത്രീകൾക്കും കേരളത്തിലുള്ളത്. നമ്മളിത് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവന്മാരെ ഒന്ന് ശല്യം വരുന്നു, എങ്ങനെ ഇവരെ ഉപദ്രവം മാറ്റാം എന്നുള്ളതാണ്. കുറേ നാൾ കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ടാവും. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെ എന്നെ ഒന്ന് ശ്രദ്ധിപ്പിക്കപ്പെടാം, എങ്ങനെയാണ് ഹൗ ടു ഗെറ്റ് ഇൻ ടു ദി റിലേഷൻഷിപ്പ് എന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ആർട്ടിക്കിൾസൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്ന നാളെ മറ്റന്നാളെ കുറിച്ചല്ല, മേ ബി ഒരു 10 years later ഈ ഡിവൈഡ് ഭയങ്കര വലുതാവും. പക്ഷേ സിനിമയിൽ ഇപ്പോൾ ഇത് ഓൾറെഡി കണ്ടു തുടങ്ങിയില്ലേ? ഇപ്പോൾ ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒന്നും ഫീമെയിൽ അധികം ലീഡ് റോൾസ് ഉള്ള ആൾക്കാരെ വേണ്ട. ലീഡ് റോൾസ് ഒന്നല്ല, സിനിമയിൽ ആ പെണ്ണുങ്ങളെ വേണ്ട. കമ്പനീസിൽ സ്ത്രീകളെ എടുക്കുന്നില്ല. എങ്ങനെ ഒഴിവാക്കാം ജോലിയിൽ നിന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രശ്നം സ്ത്രീകളുടെ ആണോ അതോ ഒരു ഭയമാണ്? സ്ത്രീകളുടെയും പ്രശ്നമല്ല, ആണുങ്ങളുടെയും പ്രശ്നമല്ല. ഞാൻ അതാ പറഞ്ഞത്. ഇത് പണ്ട് നമുക്ക് ആണുങ്ങളെ പേടിയായിരുന്നു. ആണുങ്ങളെ ഉള്ളത് കൊണ്ട് നമ്മൾ സിനിമയിലൊന്നും വന്നില്ല, അല്ലെങ്കിൽ പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ അതിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നെല്ലാം നമ്മൾ ഭയപ്പെട്ടിരുന്നു. കാരണം പുരുഷന്മാരെ പേടിയായിരുന്നു. ഇപ്പോൾ അവർ തിരിച്ച് സ്ത്രീകളെ എതിർക്കുകയാണ്. ബിക്കോസ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്നു എന്ന് അവർ വിചാരിക്കും. ഞാൻ പറയുന്നത് ഒരു സ്മൂത്തായിട്ടുള്ള ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൂടെ ഒരു വഴി നമ്മൾ ഒരു സമൂഹം എന്നുള്ളൊരു മെച്യൂർഡ് സമൂഹം എന്നുള്ളതിലേക്ക് കണ്ടെത്തണം. ഇപ്പോൾ നമുക്കില്ല. ഇപ്പോൾ ഒരു ശത്രുതയുടെയും വഴക്കിൻ്റെയും ഒരു വഴിയാണുള്ളത്. നമ്മളത് എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത് ഒരു സൊസൈറ്റി എന്നുള്ളതല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ട വഴിയാണ്. എനിക്കതിന് ഉത്തരവൊന്നുമില്ല. ഒരു മെച്യൂർഡ് ഒരു സമൂഹം എങ്ങനെയാണ് ആ ഒരു പാതയിലോട്ട് എത്തിപ്പെടേണ്ടത് നമ്മളെല്ലാവരും കൂടെ ആലോചിച്ചെത്തേണ്ട ഒരു വഴിയാണ്. I don't know, this can be very controversial what I'm saying, പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമോ? മനസ്സിലാവുന്നുണ്ടോ? ആർക്കും മനസ്സിലാവാറില്ല പൊതുവെ. താങ്ക് യു. ടോക്സിക് റിലേഷൻഷിപ്സ് ഉണ്ട്, ആണിനും ഉണ്ട് പെണ്ണിനും ഉണ്ട്. ഐ ഡോണ്ട് നോ അബൌട്ട് ടോക്സിക് ഫെമിനിസം, പക്ഷേ ദർ ഈസ് ടോക്സിക് റിലേഷൻഷിപ്പ്. നമുക്ക് ബന്ധങ്ങളിൽ നമുക്ക് വൈരാഗ്യം വരാം, പക വരാം, വിഷമം വരാം, ദേഷ്യം വരാം. ഇതിനെ നമ്മൾ നിയമത്തിൻ്റെ ബലം കൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ the whole thing can go wrong. ഞാൻ പറയുന്നത് മനസ്സിലാവണം. അത് എന്നെ സംബന്ധിച്ചൊരു കൺസേൺ ആണ്. ഇപ്പം എന്നെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എനിക്കിപ്പോൾ തോന്നുന്നത് ഐ ഡോണ്ട് വാണ്ട് എനി സോർട്ട് ഓഫ് ടാഗ്. ഐ ഡോണ്ട് വാണ്ട് എനി സോർട്ട് ഓഫ് ടാഗ്. ഞാൻ ഒരു മനുഷ്യപക്ഷത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആരുടെ ഭാഗത്താണോ അനീതി അനുഭവിക്കുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റണം. അതാണെന്നോ പെണ്ണെന്നോ ഇല്ല. ആരാണോ ഒരു എല്ലാ സിറ്റുവേഷനെയും ഒരു പ്രത്യേക സിറ്റുവേഷനായിട്ട് അനലൈസ് ചെയ്യണം. എന്നിട്ട് ഇനിയുള്ള കാലത്ത് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാം ഒരു ജെനുവിനായിട്ട് എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അന്വേഷിക്കാതെ സ്റ്റാൻഡ് എടുക്കാൻ ഇനിയത്തെ കാലത്ത് പറ്റത്തില്ല എന്നാണ് ഞാൻ എൻ്റെ ഇത്രയും വർഷത്തിൽ നിന്ന് പഠിച്ചത്. ഒരു പെണ്ണ് പറഞ്ഞതുകൊണ്ട് ഉടനെ തന്നെ വിശ്വസിക്കണം, ഒരു ആണ് പറഞ്ഞതുകൊണ്ട് ഉടനെ വിശ്വസിക്കണം, രണ്ടുമില്ല. ആ സിറ്റുവേഷനിൽ എന്താണ് ശരി തെറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് മനുഷ്യർ. ഒന്നാമത് പഴയ പോലെ ഫാമിലി സപ്പോർട്ടോ ഒന്നുമില്ലാത്ത മനുഷ്യരാണുള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് തരം സ്ട്രെസ്സും ടെൻഷനും ഉള്ള IT മേഖലയിലും എല്ലാം ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒരുപാട് തരം ഡെഡ് എൻഡ്സും ഒക്കെ ഉള്ള ഒരു ഭയങ്കരമായ ഒരു സ്ട്രെസ്ഫുൾ ഒരു ലോകത്തൂടെയാണ്. ഞാൻ കോർപ്പറേറ്റ് വേൾഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം അവിടുത്തെ സ്ട്രെസ് എത്രമാത്രം. ഞാൻ അതിൻ്റെ കൂടെ സിനിമയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വർക്ക് റിലേറ്റഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തല ഇതുവഴി ഡിഷു എന്ന് പറഞ്ഞ് പോകും. അതിനിടയ്ക്ക് നമുക്കൊരു ഫാമിലിയിലെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഡീൽ ചെയ്യുന്ന ഭയങ്കര തെറ്റായിട്ടായിരിക്കും. നമുക്ക് അവർ റോങ് ആയിട്ട് ചിലപ്പോൾ നമ്മളോട് അത് അപ്പം തന്നെ അത് ഒരു കേസിലും കാര്യങ്ങളും ആണിനും പെണ്ണും ചെയ്യാമല്ലോ. ഞാൻ പറയുന്നു, ഒരു സമാധാനം ഇല്ലാത്തൊരു ലോകത്തിലേക്ക് നമ്മൾ പോകരുത്. അവിടെ നമുക്ക് എങ്ങനെ കുറച്ചും കൂടെ സമാധാനം ഉണ്ടായിട്ട് ഓരോ ഇൻഡിവിജ്വൽ സിറ്റുവേഷനെയും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു വഴി നമ്മളെല്ലാവരും ചേർന്ന് ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾ സംഭവിക്കും, ഒരുപാട് ഡ്രഗ്സും
അങ്ങനെ മദ്യപാനവും ഒക്കെ സംഭവിക്കും. ബിക്കോസ് ആരെയും ആത്മഹത്യയിലേക്ക് നമ്മൾ തള്ളിവിടാൻ പാടില്ല. ഇപ്പോൾ ഏണസ്റ്റ് ആൻഡ് യങ് പോലെ ഒരു ഓർഗനൈസേഷനിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പുറത്തെ വശത്ത് നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആരോപണം പറയുന്നതിനനുസരിച്ച് ഒരാൾ ആത്മഹത്യ ചെയ്യും. ഇങ്ങനത്തെ ആത്മഹത്യകളൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് പെയിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സേവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സൊസൈറ്റിക്ക് പല തരത്തിൽ. നമ്മൾക്ക് മെച്ചുവേർഡായിട്ട് ചിന്തിച്ചാൽ ഒരു മീഡിയയിൽ വരുന്ന ഒരു വാർത്ത എത്രമാത്രം ഭയന്നാണ് സമൂഹം ജീവിക്കുന്നത്. ഇത് പെൺകുട്ടി കേസ് കൊടുക്കുന്നതോ അതിന്റെ ഇഷ്യൂ ആണോ, അതോ ഈ സമൂഹം അതെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണോ? മീഡിയ ഭയങ്കരമായിട്ട് സെൻസേഷനൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ? പെൺകുട്ടി കേസ് കൊടുക്കുന്നതല്ല വിഷയം. പെൺകുട്ടിക്ക് ഒരു പ്രോബ്ലം വന്നാൽ കേസ് കൊടുക്കണം. പക്ഷെ കേസ് കൊടുത്താൽ ആ നിമിഷം തന്നെ ഇന്നയാൾ കൾപ്രിറ്റാണ് എന്ന് മുദ്ര കുത്തുന്നത്. അത് പെൺകുട്ടിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നില്ല. ഇന്നാളൊരു പ്രാവശ്യം ഒരു ബാങ്ക് കാര്യത്തിൽ എന്തോ ഒരു കേസിൽ ഒരു ബാങ്ക് മാനേജർ ആത്മഹത്യ ചെയ്തു. ഇയാൾ ലോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ കേസ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ബാങ്ക് മാനേജർ ആത്മഹത്യ ചെയ്ത കേസ്? ഒരു ബാങ്ക് മാനേജർ ആത്മഹത്യ ചെയ്തു. അയാൾക്ക് ലോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു വേറൊരു കേസിൽ. അങ്ങനെ പല നമ്മൾ ഈ ആത്മഹത്യകളെ അനാലിസിസ് ചെയ്ത് നമ്മൾ ഓരോ ആത്മഹത്യകളിലെ പിന്നിൽ പോയി അന്വേഷിക്കുമ്പോൾ ഏതൊക്കെയോ ആരോപണത്തിൻ്റെ പുറത്താണ് ആത്മഹത്യ ചെയ്യുന്നത്. നാളെ ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കുമെന്നുള്ള ഭയത്തിൻ്റെ പുറത്ത്, ഇമേജിൻ്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്കും സോഷ്യൽ മീഡിയയിലെ ലൈക്കും ഒക്കെ അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മാനദണ്ഡം. ഞാൻ പറയുന്നത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഈ പറയുന്ന മുഴുവൻ കുളമായിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഐ ട്രൈങ് ടു ബി വെരി സ്പെസിഫിക്. ആണ് പെണ്ണ് വിഷയം അവിടെ നിൽക്കട്ടെ, സെക്ഷൽ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇന്ന് നമ്മളുടെ ഇമേജ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന ഒരു ഇമേജാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ നമ്മളെ എന്ത് പറയുന്നു എന്നനുസരിച്ച് നമ്മളെ വാല്യൂ ചെയ്യാൻ തുടങ്ങിയ നമുക്ക് നമ്മളെക്കുറിച്ച് സ്വന്തമായിട്ടൊരു വാല്യൂ ഇല്ല എന്ന് വിചാരിക്കുക. നമ്മൾ രാവിലെ എണീറ്റ് നോക്കി എനിക്ക് ഇത്ര ലൈക്ക് എൻ്റെ ഇതിൽ വന്നുള്ളൂ, അപ്പോൾ എനിക്ക് സമൂഹത്തിൽ ഇത്രയും അംഗീകാരമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്ക് ഭയങ്കര ഒരു ഇൻഫീരിയറായിട്ടുള്ള ഒരു ഇമേജ് അവനവനെക്കുറിച്ചുണ്ടാവും. അത് അവരെങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ ഒക്കില്ല. അതിൻ്റെ കൂടെ ആയിരിക്കും നാളെ ഒരു ആരോപണം വന്നിട്ട്, എന്ത് ആരോപണം ആയിക്കോട്ടെ, ജോലിയിൽ കള്ളത്തരം കാണിച്ചു, കൈക്കൂലി വാങ്ങിച്ചു, സ്ത്രീയെ പീഡിപ്പിച്ചു, പുരുഷനെ പീഡിപ്പിച്ചു, വാട്ട് എവർ, ഈ ആരോപണത്തിൻ്റെ പേരിൽ ഒരു അറ്റാക്ക് സോഷ്യൽ മീഡിയയിലോ മീഡിയയിലോ വരുമ്പോൾ ഈ ആളെ എങ്ങനെ പ്രതികരിക്കാൻ പോകുന്നത്? റാഷായിട്ട് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. ഈ സെൻസിറ്റീവ് ഈ സമൂഹത്തെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പേപ്പർ എടുത്ത് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾ ആ കാര്യത്തെക്കുറിച്ച് കൂടി സെൻസിറ്റീവ് ആവണം. മുഴുവൻ കാര്യവും അറിയട്ടെ എന്ന് പറയുന്ന ഒരു, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ദീപ, അവരുടെ പേരതല്ലേ? അല്ല, ഇപ്പം ഇന്നലെ ഈസ്റ്ററിന് ഒരു വീഡിയോ ഇറക്കിയിരുന്നല്ലോ. അവിടെ കണ്ണൂർ ഒരു പ്രസംഗിക്കാൻ ഒരു റിട്ടയർമെൻറ്റിൽ സൂയിസൈഡ് ചെയ്ത ആൾ. അദ്ദേഹം വെയിറ്റ് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ പുറത്ത് ഒരു പ്രശ്നവും വരില്ലായിരുന്നു. പക്ഷേ നമ്മളെ ഒരു സമൂഹം കള്ളനാണെന്ന് മുദ്ര കുത്തുമെന്നുള്ള ഭയം കൊണ്ടുള്ള ആത്മഹത്യകൾ കൂടുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമ്മളെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള മനക്കട്ടി ആൾക്കാർക്ക്, ഇന്നത്തെ ആൾക്കാർക്ക് ഞാൻ പറയുന്നില്ല, ഒരുപാട് ആൾക്കാർക്ക് കുറയുവാണ്. പണ്ട് നമ്മളെ നിരന്തരം ആരും ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ നിരന്തരം നമ്മളെല്ലാവരും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ആക്ടേഴ്സിൻ്റെ കേസിൽ, എല്ലാവരുടെയും കേസിൽ, രാഷ്ട്രീയക്കാരുടെ കേസിൽ, പൊളിറ്റീഷ്യൻസിൻ്റെ കേസിലല്ലേ, രാഷ്ട്രീയക്കാരുടെ കേസിൽ, സിനിമാക്കാരുടെ കേസിൽ, ഈ ഇപ്പോൾ പഞ്ചായത്ത് അദ്ദേഹത്തിന് ആ റിട്ടയർ ചെയ്ത മനുഷ്യന് ഒരു ആക്ടറൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷെ ആ ഭയമുണ്ട്, നമ്മളെ അറ്റാക്ക് ചെയ്യപ്പെടും, എന്നെക്കുറിച്ച് നാളെ മോശം പറയും, എൻ്റെ വീട്ടുകാരെന്ത് ചെയ്യും, എൻ്റെ മക്കൾ എന്ത് ചെയ്യും, ഞാൻ മോശം ആളുടെ മകളോ മകനുമായിട്ടോ അവൻ ജീവിക്കണ്ടേ എന്ന് വിചാരിച്ച ആ ഭയം അവരെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണാതെ പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എനി സ്ത്രീകൾ കേസ് കൊടുക്കുന്ന വിഷയം. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ഐ എം ടോക്കിംഗ് അബൌട്ട് എനി കേസ് വിച്ച് മൈറ്റ് ഹാപ്പൻ ടു സമ്മൺ ആൻഡ് ദേ വിൽ ഫീൽ ഞാനിനി എങ്ങനെ സമൂഹത്തെ ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം ഒരു ആത്മഹത്യ ചെയ്യും. അത് നമ്മൾ ആലോചിച്ച് തുടങ്ങേണ്ട സമയമായി ആസ് എ കമ്മ്യൂണിറ്റി.
കാരണം നമ്മൾ അത്ര പവർഫുള്ളാണ്, മീഡിയം അത്ര പവർഫുള്ളാണ്, അത്രയും തന്നെ പവർഫുള്ളാണ് സോഷ്യൽ മീഡിയ. സോ വി ഹാവ് ടു ബി. ഇപ്പോൾ അഡോളസെൻസ് എന്ന് പറയുന്ന ഒരു സിനിമ, നമ്മൾ അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ അടുത്ത കാലത്ത് ഇങ്ങനൊരു കാര്യം കണ്ടിട്ടില്ല. ആ പയ്യൻ എന്തുകൊണ്ട് ഒരാളെ കൊലപാതകയാക്കി എന്ന് പറയുന്ന അവൻ്റെ ഇമേജിനെ ചോദ്യം ചെയ്താണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഇമേജ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് എല്ലാത്തിനെക്കാട്ടിയും മുകളിലാവുക. അപ്പോൾ ആരെങ്കിലും ഒരാൾ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ ഇത് താങ്ങി നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടോ? ഇപ്പോൾ എനിക്ക് നേരെ അറ്റാക്ക് വരുമ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്ന് ആൾക്കാർ വെച്ച് ഒന്നും ചെയ്തു കളയല്ലേ, സ്റ്റേ സ്ട്രോങ്, ഒന്നുമില്ല, ഇതും മൂവ് ഓൺ ചെയ്യും. എത്ര മെസ്സേജാണ് എനിക്ക് വരുന്നത്. ഞാൻ ചാവാനൊന്നും പോകുന്നില്ല, കാരണം എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ബിക്കോസ് ഞാൻ വേറൊരു തരം സംസ്കാരത്തിൽ നിന്ന് വരുന്നത് കൊണ്ടാണ്. പക്ഷെ സാധാരണ ആൾക്കാർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഫ്രണ്ട് പേജിലൊക്കെ നമ്മൾ പറയാത്ത കാര്യമൊക്കെ പത്രത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കത് പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ്. കൂളായിട്ട് നിന്നും സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ ഒരു അത്രയും ഒരു ഉറപ്പുള്ള ഒരു കുട്ടിക്കാലവും ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പിന്നെ ഫാമിലി അത്രയും സപ്പോർട്ടീവായുണ്ട്, ഫ്രണ്ട്സും ഫാമിലി. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഞാൻ അതാ പറയുന്നത്. അപ്പം ജെനുവിനിറ്റി, ഓരോ കേസിൻ്റെയും ജെനുവിനിറ്റി അറിഞ്ഞിട്ട് പ്രതികരിക്കേണ്ട, അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തേണ്ട ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പോയില്ലെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷത്തിൽ ഒരു ബിറ്ററായിട്ടുള്ള സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറും. പണ്ട് നമ്മൾ സഞ്ജയനൊക്കെ ഉണ്ടായിരുന്ന സൊസൈറ്റി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാമൂഹ്യ വിമർശനം നടത്തി തമാശ പറഞ്ഞ് എന്തുമാത്രം നർമ്മമുള്ളൊരു സൊസൈറ്റി ആയിരുന്നു കേരളം. അതെവിടെ പോയി?